അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ സിലബസിൽ ടോട്ടൽ 8 മൊഡ്യൂൾസ് ഉണ്ട്. അതിൽ 5 മൊഡ്യൂൾസും മാത്സ് ആണ്, ബാക്കി 3 മൊഡ്യൂൾസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ 5ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് വെക്ടറും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിലെ കൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എല്ലാം കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് പറ്റുന്നത്ര നമുക്ക് ഇപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. പാർഷ്യലിലേക്ക് നമ്മൾ പോകുന്നില്ല, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നും ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം പറയുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഓർഡറും ഡിഗ്രിയും, ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും ഡിഗ്രിയും എങ്ങനെ കണ്ടുപിടിക്കാം, പിന്നെ എന്താണ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് എങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കാണുന്നത്. നമുക്ക് എല്ലാ മെത്തേഡും ഡിസ്കസ് ചെയ്യാനുള്ള സമയം നമുക്കില്ല, സോ നമ്മൾ ഒരു മെത്തേഡാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, അതിന്റെ സൊല്യൂഷൻ എങ്ങനെ കാണാം. അപ്പൊ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലും ഇതുപോലെ ഹോമോജീനിയസ് ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്, ആ ഒരു കൺസെപ്റ്റ് ആണ് കൂടുതൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്സ് സെലക്ട് ചെയ്ത് തന്നെ ഇപ്പോൾ ഇനിയും ടോപ്പിക്കുകളുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഓർഡർ വരുമ്പോൾ അതിനകത്ത് എക്സാക്ട് ആകുന്ന കേസുകളൊക്കെ ഉണ്ട്. എന്നാലും കുറച്ചുകൂടി മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഏരിയാസ് ഒന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ നടത്തുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡെഫിനേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാം. പ്രോപ്പർ ഡെഫിനേഷൻ ആയിട്ടൊന്നും കൊടുത്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇക്വേഷൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക? സപ്പോസ് നമ്മുടെ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സില് ഈ എക്സ് മാറുന്നതനുസരിച്ചിട്ട് വൈയുടെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതായത് എക്സ് വേരി ചെയ്യുമ്പോൾ വൈ വേരി ചെയ്യും. അപ്പൊ ഈ വൈ എന്ന് പറയുന്ന ആൾ ആര് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്? എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വൈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വൈനെ എന്ത് പറയാം? ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും എക്സിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എപ്പോഴും ഡിപ്പെൻഡന്റ് വേരിയബിളിനെ എന്ത് ചെയ്യുന്നു? ഇൻഡിപെൻഡന്റ് വേരിയബിൾ വെച്ചിട്ട് ഡെറിവേറ്റീവ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പൊ നമ്മൾ ഈ ഡിപ്പെൻഡന്റ് വേരിയബിൾ വൈനെ എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാം അല്ലെ. ഇനി അല്ലെങ്കിൽ വേറെ നൊട്ടേഷൻ എന്താണ്? ഈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് വൈ ഡാഷ് എന്ന് നമ്മൾ നൊട്ടേറ്റ് ചെയ്യും അല്ലെ. ഇനി 2 തവണ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നാണ്. വേറൊരു നൊട്ടേഷൻ ഇതാണ് വൈ ഡബിൾ ഡാഷ് എന്ന് നൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ n ടൈംസ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അപ്പൊ അതിന് നമ്മൾ ഡി റേസ് ടു എൻ വൈ ബൈ ഡി എക്സ് റേസ് ടു എൻ എന്ന് എഴുതും, അല്ലെങ്കിൽ വൈ റേസ് ടു എൻ എന്ന് എഴുതും. വൈ റേസ് ടു എൻ എന്ന് എഴുതി കഴിഞ്ഞാൽ n ടൈംസ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പം ഇങ്ങനെ ഈ ഡെറിവേറ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിൾ എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2x ഈക്വൽ ടു 0. ഇതെന്താണ്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഡെറിവേറ്റീവ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ. സോ ഇതിന് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാനുള്ളത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നിങ്ങൾ HSA മാത്തമാറ്റിക്സിന്റെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാലും ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും ഡിഗ്രിയും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഏരിയ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ് ഓർഡർ? ഓക്കെ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒന്നോ അതിലധികം ഓർഡർ ഉള്ള ഡെറിവേറ്റീവ്സ് ഉണ്ടാകാം. എല്ലാ ഡെറിവേറ്റീവ്സിന്റെയും ഓർഡർ പരിഗണിക്കുക. ഏറ്റവും ഉയർന്ന ഓർഡർ ഉള്ള ഡെറിവേറ്റീവിന്റെ ഓർഡർ ആയിരിക്കും എന്താ? ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ. അതായത് വേറൊന്നുമല്ല, നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കുക. ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ എത്ര തവണ നമുക്ക് ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ടെന്ന് നോക്കുക. ആ ഡെറിവേറ്റീവ്സിലെ ഏറ്റവും ഹയസ്റ്റ് ആളാണ് നമ്മുടെ ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്? ഡി റേസ് ടു 3
d raised to 3 y by dx raised to 3 അല്ലെ, മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ വൈയുടെ 3 തവണ ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ട്. ആദ്യത്തേത് എന്താണ്? 3 തവണ ഡെറിവേറ്റീവ് എടുത്തേക്കുന്നു. ഇവിടെ വൈയുടെ 2 തവണ ഡെറിവേറ്റീവ് എടുക്കുന്നു അല്ലെ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന്റെ ഓർഡർ എന്താണ്? 2 ആണ്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? ഹയസ്റ്റ് 3 ആണ്. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഉള്ളത് ആരാണെന്ന് നമ്മൾ നോക്കുക ഇക്വേഷനിൽ. അതായിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇടയ്ക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഡിഗ്രി എന്താണെന്ന് പറയാം. ഇപ്പൊ മേലെ പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണ്? 3 ആണ്. ഇനി ഡിഗ്രിയുടെ ഡെഫിനേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഡിഗ്രീനെ മലയാളത്തില് കൃതി എന്നാണ് പറയുന്നത്. ആ വേർഡ് കൂടി നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഏറ്റവും ഉയർന്ന ഓർഡർ ഉള്ള ഡെറിവേറ്റീവിന്റെ കൃതി അല്ലെങ്കിൽ ഡിഗ്രീനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി അല്ലെങ്കിൽ കൃതി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും ഉയർന്ന ഓർഡർ ഉള്ള ഡെറിവേറ്റീവ് നോക്കുക, ആ ഡെറിവേറ്റീവിന്റെ കൃതി എന്താണെന്ന് നോക്കുക. കൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി. അതായിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് 2 ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് വൈ ഇസ് ഈക്വൽ ടു 0. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ എന്താണ്? വൈനെ എത്ര തവണയാണ് ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത്, അതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കുക. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഒരു തവണയാണ് വൈയുടെ ഡെറിവേറ്റീവ് എടുത്തിട്ടുള്ളത്. ഇതിൽ 2 തവണ വൈയുടെ ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ട്. ഇവിടെ 3 തവണ വൈയുടെ ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ട്. സോ വലുത് ഏതാണ്? 3 ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം ഇതിന്റെ ഓർഡർ എന്താണ്? 3 ആണെന്ന് പറയാം. ഓക്കെ, ഓർഡർ 3 ആണെന്ന് കിട്ടി. ഇനി ഈ ഏറ്റവും ഉയർന്ന ഓർഡർ ഉള്ള ഡെറിവേറ്റീവിനെ നോക്കുക. അതിന്റെ കൃതി, അതായത് അതിന്റെ ഡിഗ്രി. അതിന്റെ ഡിഗ്രി എന്താ? 1 ആണ് അല്ലെ. അപ്പൊ 1 ആയിരിക്കും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ എന്ത്? ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, 1 ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 3യും ഡിഗ്രി എന്താണ്? ഡിഗ്രി 1 ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഇതിന്റെ ഉത്തരം പറയുക. ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് ഒന്ന് പറയണേ, ആൻസർ പറയണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 4 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ ക്യൂബ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും ഡിഗ്രി ഒന്ന് പറയാമോ? ഓർഡർ 3 ഡിഗ്രി 1. ഓർഡർ 3 ഡിഗ്രി 1 ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഒരു തവണ വൈയുടെ ഡെറിവേറ്റീവ് എടുത്തേക്കുന്നു. ഇവിടെ 2 തവണ, ഇവിടെ 3 തവണ. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ ഓർഡർ എന്ന് പറയുന്നത്. സോ ഓർഡർ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡർ ഈക്വൽ ടു 3 ആണ്. ഓർഡർ ഈക്വൽ ടു 3. ആൻഡ് ഇതിന്റെ ഡിഗ്രി നോക്കുക അല്ലെ. ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഡിഗ്രി എന്താ? 1 ആണ്. സോ ഇവിടെ ഡിഗ്രി എന്തായിരിക്കും? ഡിഗ്രി 1 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്റെ ഒരാളൊന്ന് പറയാമോ? അടുത്ത ക്വസ്റ്റ്യന്റെ ഓർഡർ 2 ഡിഗ്രി 3. ഓർഡർ 2ഉം ഡിഗ്രി എന്താണ്? ഡിഗ്രി 3 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്റെ ഏതോ? 3 ആണ്. ഓർഡർ ഹയസ്റ്റ് ഡെറിവേറ്റീവ് നോക്കുക. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഇതിന്റെ ഒരു തവണ, ഇവിടെ 2 തവണ വൈന് ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓർഡർ എന്ത് വരും? ഹയസ്റ്റ് ഏതാ? ഏതാണ് ഹയസ്റ്റ്? 2. അപ്പൊ ഓർഡർ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് 2. ഇതിന്റെ ഡിഗ്രി എന്താ വരിക? 1. ഡിഗ്രി 1 ആണ് വരിക. അപ്പോ ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ ഷുവർ ആണ് കേട്ടോ. അപ്പൊ ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കാനായിട്ട് പഠിക്കുക. പിന്നെ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇനി ചില കേസിൽ
നമ്മൾ ഓർഡറും ഡിഗ്രിയും കാണുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി കാണാൻ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ട് നമുക്ക്. ഇപ്പൊ ചില കേസുകൾ റൂട്ടുകളൊക്കെ വന്ന് കാണാറുണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഉള്ളില്. ഇപ്പൊ ഒരു എക്സാമ്പിള് ഞാൻ ഇവിടെ കാണിക്കാം. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ y is equal to x into dy by dx plus a into root of 1 plus dy by dx whole square എന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ എന്തുണ്ട്, റൂട്ട് ഒക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ റൂട്ട് വരികയാണെങ്കിൽ നമ്മൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും ആ റൂട്ടിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും ഡിഗ്രിയും പറയാനായിട്ട് കേട്ടോ. ഇപ്പൊ ഇവിടുത്തെ കേസിനകത്ത് ഇവിടെ ഒരു റൂട്ട് ഉണ്ട്. ഈ റൂട്ടിനെ നമ്മൾ കളയണം. ഈ റൂട്ടിനെ നമ്മൾ കളയാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഇതാണ്. ഈ ഇക്വേഷനിലെ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, y is equal to x into dy by dx plus a into root of 1 plus dy by dx whole square ആണ്. അപ്പൊ ആ ഇക്വേഷനിലെ ഈ ഒരു ടേമിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഉണ്ടാവും y minus x into dy by dx equal to എന്ത് വരും, a into root of 1 plus dy by dx സ്ക്വയർ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്കിനി റൂട്ടിനെ കളയാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷന്റെ രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്ക്വയർ എടുത്താൽ മതി. അപ്പൊ നമ്മുടെ റൂട്ട് പോവും അല്ലെ. അപ്പൊ നമുക്ക് ഇത് എന്ത് കിട്ടും, y minus x into dy by dx whole square equal to a into a square into സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ ഇവിടെ a square ആവും, 1 plus dy by dx whole square എന്ന് വരും. ഓക്കെ, ഇനി ഇത് ആക്ച്വലി എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും ഞാനൊന്ന് എഴുതാം. എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ a മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ a സ്ക്വയർ മൈനസ് 2 ഇൻറ്റു y ഇൻറ്റു എക്സ് ഇൻറ്റു dy by dx പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു dy by dxന്റെ സ്ക്വയർ. ഓക്കെ, സ്ക്വയർ പ്ലസ് ഈക്വൽ ടു a സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് dy by dx സ്ക്വയർ. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കുക, ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാ ഇവിടെ, ഒന്ന് പറഞ്ഞേ, ഏതാ ഹയസ്റ്റ് ഡെറിവേറ്റീവ്? 1 അല്ലേ? ഒരു തവണയല്ലേ y ഡെറിവേറ്റീവ് എടുത്തിട്ടുള്ളൂ അല്ലേ? അല്ലേ? യെസ്. സോ നമുക്ക് എന്ത് പറയാം, അതിന്റെ ഓർഡർ എന്താണ്, ഓർഡർ 1 ആണെന്ന് നമുക്ക് പറയാം. ഇനി ഡിഗ്രി പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ ക്വസ്റ്റ്യനിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. റൂട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ റൂട്ടിനെ കളഞ്ഞു എന്നേ ഉള്ളൂ. ചില ക്വസ്റ്റ്യൻസിൽ പ്രശ്നങ്ങൾ വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, റൂട്ടിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഡിഗ്രി പറയാനായിട്ട്. ഇവിടുത്തെ കേസിനകത്ത് ഡിഗ്രി എന്ത് വരും, ഡിഗ്രി എന്ത് വരും, dy by dx ന്റെ ഹയസ്റ്റ് പവർ ഏതാണ്, സോറി dy by dx 2 അല്ലേ, 2 അല്ലേ. സോ നമുക്ക് ഓർഡർ 1ഉം ഡിഗ്രി എന്തായിരിക്കും, ഡിഗ്രി 2 ആയിരിക്കും. ഇനി ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. നമ്മുടെ ഇക്വേഷൻ ഈ റൂട്ടിന്റെ ഉള്ളിൽ ഒരു സ്ക്വയർ കിടക്കുന്നില്ലേ, അല്ലെ വേണ്ട, അടുത്തൊരു പ്രോബ്ലം വെച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ 1, 2 ആണ്. അതായത് ഓർഡർ 1ഉം ഡിഗ്രി 2 ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. d cube y by dx cube plus 3 into d square y by dx square plus 3 into ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ, കാണാൻ പറ്റുന്നില്ലേ? ഇല്ല മാം, കണ്ടൂടാ. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഞാൻ ഇവിടെ എഴുതാം കേട്ടോ. ക്ലിയർ ആണ്. d ക്യൂബ് y ബൈ ക്ലിയർ ആണെങ്കിൽ എഴുതുന്നില്ല. d ക്യൂബ് y ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് 3 ഇൻറ്റു ഡി സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 5 ഈക്വൽ ടു എക്സ് എന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഓർഡറും ഡിഗ്രിയും കാണാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് പെട്ടെന്ന് പറയാലോ, ഒന്ന് വേഗം പറഞ്ഞേ, ഏതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? ഓർഡർ 3 ഡിഗ്രി 1. ഓർഡർ 3 ഡിഗ്രി 1 ആയിരിക്കും അല്ലെ. ഹയസ്റ്റ് ഓർഡർ വന്നിരിക്കുന്ന ഇതാണ്, അതിന്റെ ഡിഗ്രി എന്താണ്, 1 ആണ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിന് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം.
ഞാനിവിടെ എഴുതാം. d square y by dx square equal to some 1 plus dy by dx whole root of 1 plus dy by dx. അപ്പൊ എനിക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കണം. അപ്പൊ എന്റെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ആരുണ്ട്? ഒരു റൂട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ റൂട്ടിനെ നമ്മൾ കളയണം. റൂട്ടിനെ കളയാൻ വേണ്ടി എന്ത് ചെയ്യും? ഞാൻ രണ്ടിടത്തും എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യും അല്ലെ? രണ്ടിടത്തും സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാവും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് എന്നാവും. ഓക്കെ, സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ ഇതിന്റെ ഓർഡർ എന്താണ്? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണ്? ഓർഡർ എന്താണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ? ഡിഗ്രി 2 ആവും അല്ലെ? അപ്പൊ നമ്മള് ഇവരിങ്ങനെ സ്ക്വയർ ചെയ്തില്ല, അല്ലാതെ ഇങ്ങനെ തന്നെ ഒരു ഇക്വേഷനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി 1 എന്ന് എഴുതരുത്. ഇവിടെ റൂട്ട് ഉള്ള കാര്യം ഓർക്കണം കേട്ടോ. ഇപ്പൊ ഡി സ്ക്വയർ ബൈ ഡി എന്താണ് ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അതിന്റെ ഡിഗ്രി 1 ആയിട്ട് എഴുതരുത്. ഈ റൂട്ട് ഉള്ളതുകൊണ്ട് റൂട്ടിനെ നമ്മൾ കളഞ്ഞിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതിയതാണ് ഈ ഒരു എക്സാമ്പിൾ. അപ്പൊ ഈ ഒരു ഏരിയ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. സിമ്പിൾ ആണ്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു 5 സെക്കൻഡ് കൊണ്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യും? ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഫസ്റ്റ് ഓർഡർ അല്ലെ? ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഡെറിവേറ്റീവിന്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ് അല്ലെ? ഓക്കെ, അതായത് ഓർഡർ 1 ആണ്. ഡി വൈ ബൈ ഡി എക്സ് ആണ് ഏറ്റവും വലിയ ഡെറിവേറ്റീവ് അതിനകത്ത് ബിലോങ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം? നമ്മൾ ഏത് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻസിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ആ വേർഡിൽ നിന്ന് തന്നെ ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. നമ്മൾ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അതായത് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വൈയുടെയും എക്സിന്റെയും ടേംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു സൈഡില് എക്സിന്റെ ടേംസും ഒരു സൈഡില് വൈയുടെ ടേംസും ആക്കിയിട്ട് ദെൻ അവരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ മെത്തേഡ്. അതാണ് നമ്മുടെ മെത്തേഡ്. അതായത് വേരിയബിൾ സെപ്പറബിൾ ഫോം ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ജി എഫ് വൈ ഇൻറ്റു ഡി വൈ എന്ന രൂപത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ, ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് തന്നേക്കുക. ഓക്കെ, അപ്പൊ എനിക്ക് ഈ എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും നമുക്ക് വേരിയബിൾ സെപ്പറബിളിൽ ചെയ്യാനായിട്ട് പറ്റില്ല, എല്ലാ ഫസ്റ്റ് ഓർഡറിലും. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് നോക്കണം. വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സിന്റെ ടേംസ് ഒരു സൈഡിലും വൈയുടെ ടേംസ് ഒരു സൈഡിലും. അപ്പൊ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം: വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എനിക്ക് എഴുതാം അല്ലെ? അപ്പൊ ഈ സൈഡില് വൈയുടെ ടേമും ഈ സൈഡില് എക്സിന്റെ ടേം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ രണ്ട് സൈഡും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വൈ ക്യൂബ് ബൈ 3 ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് കൂടി ആഡ് ചെയ്യുന്നു. എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്? അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ്. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഇതിനെങ്ങനെ എഴുതാം നമുക്ക്? വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഡി വൈ ബൈ, ഇവിടെ എഴുതിയിട്ടുണ്ട് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ ബൈ എക്സിന് നമ്മൾ എങ്ങനെ എഴുതുന്നു? ജസ്റ്റ് ഒന്ന് ഈ ഡി എക്സിനെ ഇവിടേക്ക് കൊണ്ടുപോകുന്നു, ഈ വൈനെ ഇവിടേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ എന്താവും നമ്മുടെ ഇക്വേഷൻ? ഈ ഒരു ഫോമിലായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത്. കണ്ടോ? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ ബൈ എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു?
ഡി എക്സിനെ dy by y ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ് എന്ന് നമ്മൾ എഴുതുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അയാളെ, അല്ലെ? അതായത് 1/y ഇന്റഗ്രൽ 1/y dy ഈക്വൽ ടു ഇന്റഗ്രൽ 1/x dx. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇന്റഗ്രൽ ഓഫ് 1/x എന്താ? ഇന്റഗ്രൽ ഓഫ് 1/x എന്ന് പറയുന്നത് log x ആണ്. ഓക്കെ, log x ആണ്. അപ്പോ ഇന്റഗ്രൽ ഓഫ് 1/y dy ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1/x dx. അതെന്താ വരിക? ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് log y ആണ്, ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് log x ആണ്, പ്ലസ് നമ്മുടെ ആർബിട്രറി കോൺസ്റ്റന്റിനെ അവിടെ കൊടുത്തു. ഓക്കെ, അപ്പോ നമുക്ക് എന്തായി? നമ്മുടെ ആർബിട്രറി കോൺസ്റ്റന്റിന് ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഞാൻ ഈ സൈഡിലെ log എക്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ log y മൈനസ് log x is equal to c എന്ന് കിട്ടി. log a മൈനസ് ബി എന്ന് പറയുന്ന log a മൈനസ് log b എന്ന് പറയുന്നത് എന്താണ്? log a മൈനസ് log b എന്ന് പറയുന്നത് ഈക്വൽ ടു log a ബൈ ബി ആണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? log y ബൈ എക്സ് is equal to c എന്ന് എഴുതാം. ഓക്കെ, ഇനി ലോഗിനെ നമുക്ക് കളയാനായിട്ട് എന്ത് ചെയ്താൽ മതി? ലോഗിനെ നമുക്ക് കളയാനായിട്ട് എക്സ്പൊണൻഷ്യൽ എടുത്താൽ മതി, ഈ എടുത്താൽ മതി, ഈ പവർ ഇങ്ങനെ എടുത്താൽ മതി, അല്ലെ? രണ്ടിടത്തും എക്സ്പൊണൻഷ്യൽ എടുക്കുക. ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾക്ക് സിന്റെ പകരം ലോഗ് സി എന്ന് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയും കൊടുക്കാൻ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. സിക്ക് പകരം നമുക്ക് എങ്ങനെ കൊടുക്കാം? ലോഗ് സി എന്ന് കൊടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റന്റ് എന്തായി മാറും? അപ്പൊ നമുക്ക് എങ്ങനെയല്ലേ കിട്ടിയേക്കുന്നത്? ലോഗ് y ബൈ എക്സ് is equal to ലോഗ് സി എന്ന് നമ്മൾ കൊടുത്തു. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഫൈനൽ ആൻസർ നമ്മൾ അതിലേക്ക് തന്നെ എത്താൻ പോകുന്നത്. രണ്ടിടത്തും എക്സ്പൊണൻഷ്യൽ എടുത്തു. ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു y ബൈ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു സി എന്ന് കൊടുക്കും, കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ രീതിക്ക് നോക്കുകയാണെങ്കിൽ y ബൈ എക്സ് is equal to ഇ റേസ് ടു സി എന്നാണ്. ഇ റേസ് ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതൊരു കോൺസ്റ്റന്റ് തന്നെയാ. ആ ഒരു കോൺസ്റ്റന്റിന് നമുക്ക് c1 എന്ന് കൊടുത്തു, അത്രേ ഉള്ളൂ. രണ്ടും സെയിം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ പ്രോബ്ലം ചെയ്യുന്നത്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുക, അല്ലെ? വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക, ദെൻ അറേഞ്ച് ചെയ്യുക. y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന y-നെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ y കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇപ്പൊ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? y is equal to x into c1. ഇതാണ് നമ്മുടെ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി മാം. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. dy by dx is equal to 1 plus x plus y plus xy യുടെ പരിഹാരം എന്താണ്? പരിഹാരം സൊല്യൂഷന്റെ മലയാളമാണ് കേട്ടോ, പരിഹാരം. ഓക്കെ, അപ്പൊ അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് വേറെ മെത്തേഡുകൾ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും കേട്ടോ. ഇപ്പൊ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് ഇത് സാറ്റിസ്ഫൈ ചെയ്യണ്ടോ നോക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ തന്നെ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാം. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെ? ഒറ്റയടിക്ക് നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും, പക്ഷെ സിമ്പിൾ ആണിത്. നമ്മളിവിടെ ഈ ഇക്വേഷനിൽ ഈ ലാസ്റ്റ് രണ്ട് ടേം നോക്കുകയാണെങ്കിൽ അവിടെ കോമൺ ആയിട്ട് ആരുണ്ട്? y ഉണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ആ y-നെ ഒന്ന് ഔട്ട് സൈഡ് എടുക്കുക. y-നെ ഔട്ട് സൈഡ് എടുത്ത് കഴിയുമ്പോൾ എന്താവും? 1 plus x എന്നാവും, അല്ലെ? അപ്പൊ ഇത് 1 plus x ആണ്, ഇതും 1 plus x ആണ്. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് 1 plus x ഉള്ളത് കൊണ്ട് ഞാൻ എങ്ങനെ എഴുതി? 1 plus x into 1 plus y എന്ന് എഴുതി, അല്ലെ? അങ്ങനെ എഴുതുന്നതിൽ നമുക്ക് പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായി? dy by dx is equal to 1 plus x into 1 plus y എന്നായി. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി നമുക്ക് വേരിയബിൾസിനെ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ 1 plus y-നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ അതെന്താവും? ഡിവിഷൻ ആവും. അപ്പൊ dy by 1 plus y 1 plus y is equal to 1 plus x into dx എന്നാവും. 1 plus x into dx എന്നാവും. അപ്പൊ നമ്മുടെ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു, ദെൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് എന്ത് വരും? ഇവിടെ എന്താ? 1 by അല്ലെ, ഇന്റഗ്രൽ ഓഫ് 1 by 1 plus y dy. ഇതെന്തായിരിക്കും ഇതിന്റെ ഇന്റഗ്രല്? ഇതിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? ലോഗ് എന്താണ് വരുന്നത്? ലോഗ് 1 plus y ആണ്, അല്ലെ? ലോഗ് 1 plus y. ആൻഡ് ഈ സൈഡിലെ ഇന്റഗ്രൽ എന്താ വരുന്നത്?
x1ന്റെ ഇന്റഗ്രൽ xന്റെ ഇന്റഗ്രൽ x²/2 അല്ലെ പ്ലസ് സി വരും. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? ലോഗ് 1 + y = x + x²/2 + c. കിട്ടിയ ആൻസർ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. കണ്ടോ? ലോഗ് 1 + y = x + x²/2 + c. സോ ഓപ്ഷൻ ഏതായിരിക്കും വരിക? എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ ഈ ക്വസ്റ്റ്യൻ? ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. y' = ഇതും നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. y' = -2xy എന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ പരിഹാരം കാണുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോ y' എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞിരുന്നു y' നമുക്ക് എങ്ങനെ എഴുതാം? dy/dx എന്ന് എഴുതാം അല്ലെ? dy/dx = -2xy എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക. ദെൻ നമുക്ക് സിമ്പിൾ ആയിട്ട് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ എങ്ങനെ എഴുതാം ഇതിനെ? dy / y = -2 × x × dx എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. വീണ്ടും ലോഗ് ആയിരിക്കും ഇതിന്റെ ഇന്റഗ്രൽ അല്ലെ? 1/y യുടെ ഇന്റഗ്രൽ എന്താ? ലോഗ് y അല്ലെ? ലോഗ് y = എന്താ വരുന്നത്? ലോഗ് y = -2 × x²/2 + c വരും. അത് നമ്മുടെ ആർബിട്രറി കോൺസ്റ്റന്റ്. ഈ 2ഉം കട്ട് ചെയ്തു പോയി. സോ നമുക്ക് എന്താ ഫൈനൽ ആൻസർ കിട്ടുക? ലോഗ് y = -x² + c എന്നായിരിക്കും നമുക്ക് കിട്ടുക. നമുക്കിവിടെ y = എന്നാണ് തന്നിട്ടുള്ളത്. സോ എക്സ്പൊണൻഷ്യൽ എടുക്കുക. ഈ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? ഈ എടുത്തു കഴിയുമ്പോൾ y = e⁻⁻x² + c എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഏതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. e⁻⁻x² + c. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ വൈസ് ഒന്ന് വെരിഫൈ ചെയ്യും. അതുകൂടി ഞാനൊന്ന് പറയാം. അങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ y തന്നിട്ടുണ്ട് അല്ലെ? y = x² + c. അപ്പൊ ഇത് ഈ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്ന് നോക്കാനായിട്ട് y' കാണാം. y' കണ്ടു കഴിയുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? 2x എന്നാ കിട്ടുക. അപ്പൊ നമുക്ക് y' = ഇത് കിട്ടിയിട്ടുണ്ടോ? ഇത് കിട്ടിയിട്ടില്ല അല്ലെ? അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? ഇത് കിട്ടുവായിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടായില്ല. അല്ലെങ്കിൽ y' = 2x എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി അത് എന്തിനോട് ഈക്വൽ ആണോ നമുക്ക് നോക്കണം. നമുക്കിവിടെ y' = -2xy എന്നാണ് തന്നേക്കുന്നത്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്ലെ? അല്ലെങ്കിൽ ഇതിനെങ്ങനെ എഴുതണം? y' + 2xy = 0 കിട്ടുന്നുണ്ടോ നോക്കണം. y' കൂടെ 2xy ആഡ് ചെയ്യുക. അതായത് 2x + 2x × x² + c. ഞാൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? 2x + 2x³ + c എന്നാണ് കിട്ടുക. 2x c എന്നാണ് കിട്ടുക. അത് 0 ആവുന്നില്ല. ഇത് വേണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ആൻസർ ആവുമോന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഓർഡർ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? വേരിയബിൾ സെപ്പറബിൾ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ സെക്കൻഡ് ഓർഡറിലേക്ക് കിടക്കാണ്. ഇനിയും മെത്തേഡുകളുണ്ട് ഫസ്റ്റ് ഓർഡർ സോൾവ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്ന സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഒരു സെക്കൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഓർഡർ എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലെ? ഓർഡർ 2 ആയ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടെ ഒരു ലീനിയർ എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്. ലീനിയർ എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു അല്ലെ? അപ്പൊ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഡെറിവേറ്റീവ്സ് ഇല്ലേ? ഈ ഡെറിവേറ്റീവ്സിന്റെ dy/dx അതുപോലെ തന്നെ d²y/dx², ഇവരുടെ എല്ലാവരുടെയും ഡിഗ്രി എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, ഡിഗ്രി എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതുകൂടാതെ ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. അതായത് y × dy/dx എന്ന് പറയുന്ന ടേമോ അല്ലെങ്കിൽ y² × dy/dx ഇങ്ങനെ പറയുന്ന ടേമുകളോ ഒന്നും തന്നെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഉണ്ടാവാൻ പാടില്ല. എന്തായിരിക്കണം? ഡെറിവേറ്റീവ്സിന്റെ പവർ 1 ആയിരിക്കണം.
പിന്നെ ഇങ്ങനെയുള്ള ഇപ്പൊ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല അല്ലെ. പക്ഷെ ഈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പ്രോഡക്റ്റുകളും ഉണ്ടാകാനായിട്ട് പാടില്ല. അങ്ങനെ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു രൂപമാണ്, ജനറൽ ഫോം ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഇതിന്റെയൊക്കെ ഡിഗ്രി എന്താ 1 ആണ് അല്ലെ. ഇതിന്റെ എല്ലാവരുടെയും ഡിഗ്രി 1 ആണ്. ഡി വൈ ബൈ ഡി എക്സിന്റെ കൂടെ നമ്മൾ പി ഓഫ് എക്സ് ആണ്, അതായത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ വൈയുടെ ഒപ്പം ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നതും എന്താണ്, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് അല്ലെ. ഇവിടെ ഒന്നും തന്നെ വൈ കൊണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ പൊതുവായ രൂപം. എന്തിന്റെ, സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പൊതുവായ രൂപമാണ്. അപ്പൊ ഈ ഇക്വേഷനെ തന്നെ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെ, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിനെ എങ്ങനെ എഴുതാം, വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്ന് എഴുതാം. ഇനി വേണമെങ്കിൽ നമ്മുടെ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിനെ കൊണ്ടുവരാണ്. ഇതാണ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ, അതായത് ഡി is equal to dy by dx. അപ്പൊ ഡി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും, ഡി സ്ക്വയർ is equal to ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പൊ അതിനെ ഇങ്ങനെ ഞാൻ എഴുതാണ്, ഡി സ്ക്വയർ പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു ഡി പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു, ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് വൈ എഴുതുന്നു. ഓക്കെ, ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ വൈ ഇതിന്റെ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഡി സ്ക്വയർ വൈ പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു ഡി വൈ ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ആള് നോൺ സീറോ, ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു സീറോ, സം എക്സിന് നോട്ട് ഈക്വൽ ടു സീറോ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആ സമവാക്യത്തിനെ പറയുന്നതാണ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ആള് സീറോ ആകുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നോൺ ഹോമോജീനിയസും ഹോമോജീനിയസും ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലിയർ ആയോ, ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും ക്ലിയർ ആയോ, ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഈ ഒരു സെക്ഷനും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓക്കെ, മിക്കപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കാണിച്ചു തരാം. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 5y ഡാഷ് പ്ലസ് 6y is equal to 0. ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്, പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഈ സംഭവം നിങ്ങൾ പഠിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. കോൺസ്റ്റന്റ് ഗുണോത്തരങ്ങളുള്ള ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ പൊതുരൂപം ആണ് നമ്മൾ ആദ്യം പറയുന്നത്. അതായത് എന്താണ്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. അതായത് നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് ഇതായിരുന്നു, വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0. ഇതായിരുന്നു നമ്മുടെ ഹോമോജീനിയസ് ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഈ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള വൈ ഡബിൾ ഡാഷ് പ്ലസ് എ ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ബി ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 0. അതാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന, കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് വരുന്ന സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ വരുന്ന ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പൊ അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എഴുതുന്ന ഒരു ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ, ഡി സ്ക്വയർ എം സ്ക്വയർ പ്ലസ് എ ഇൻറ്റു എം ആണ് കേട്ടോ, എക്സ് അല്ല, എ ഇൻറ്റു എം പ്ലസ് ബി ഈക്വൽ ടു 0. അത് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ വെച്ചിട്ട് എഴുതി അല്ലെ, ഡി സ്ക്വയർ പ്ലസ് ഡി എ ഇൻറ്റു ഡി പ്ലസ് ബി ഇൻറ്റു വൈ ഇങ്ങനെ എഴുതാം നമുക്ക്. ബി ഇൻറ്റു വൈ ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ എഴുതുന്നത്. അതിൽ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ഈ ഒരു ഇക്വേഷനിൽ ഡിക്ക് പകരം നമ്മൾ എം കൊടുക്കുക. ഡിക്ക് പകരം എം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താവും, എം സ്ക്വയർ പ്ലസ് എ ഇൻറ്റു എം പ്ലസ് ബി ഈക്വൽ ടു 0 എന്നാവും. അപ്പൊ ഇങ്ങനെ എഴുതുന്ന ഈ ഇക്വേഷനെയാണ് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റിന് കിട്ടുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് എഴുതണം, ഈ ഒരു ഓക്സിലറി ഇക്വേഷൻ എഴുതണം. അതായത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തരാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എം സ്ക്വയർ എഴുതുക, ഇവിടെ എ ഇൻറ്റു എം എന്ന് എഴുതുക, ഇവിടെ ബി എന്ന് എഴുതുക. ഓക്കെ, വൈ ഒന്നും എഴുതേണ്ട കാര്യമില്ല കേട്ടോ.
അപ്പൊ എം സ്ക്വയർ പ്ലസ് എ ഇൻറ്റു എം പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഓക്സിലറി ഇക്വേഷൻ എഴുതാം. അപ്പൊ ഈ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലെ? അപ്പൊ പറഞ്ഞിരിക്കുന്ന സമവാക്യം 4 അതൊരു ദ്വിമാന സമവാക്യമാണ്. അപ്പൊ ദ്വിമാന സമവാക്യം ആയതുകൊണ്ട് അതിന് രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവും അല്ലെ? M1 ഉം M2 എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഈ M1 M2 എന്ന് പറയുന്നത് ചില കേസുകളിൽ അത് രണ്ടും റിയൽ ആകാം അല്ലെ? രണ്ടും റിയൽ ആകാം, രണ്ടും നോട്ട് ഈക്വൽ ആവാം. അതാണ് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് രണ്ടുപേരും റിയൽ റൂട്ടുകളാകാം. മൂന്നാമത്തെ കേസ് കോംപ്ലക്സ് റൂട്ട്. ഈ മൂന്ന് കേസുമാണ് നമുക്ക് ഈ റൂട്ടുകൾക്ക് വരാനുള്ള സാധ്യതകൾ. ഓക്കെ, അപ്പോ ഇങ്ങനെ വ്യത്യസ്തമായ രേഖീയ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ആണ്. വ്യത്യസ്തമായ രേഖീയ സംഖ്യകളാണ് വരുന്നതെങ്കിൽ ഇത് പഠിച്ചാൽ മാത്രം മതി. എന്ത്? y is equal to, ഇപ്പൊ M1 ഉം M2 ഉമാണ് നമുക്ക് കിട്ടിയ റൂട്ടുകള്. അപ്പൊ അവര് ഡിഫറെന്റ് ആണ്, അതായത് രണ്ടും നോട്ട് ഈക്വൽ ആണെങ്കിൽ, M1 നോട്ട് ഈക്വൽ ടു M2 ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പൊതുപരിഹാരം ഇതായിരിക്കും. y is equal to c1 into e raised to m1x plus c2 into e raised to m2x. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എം സ്ക്വയർ പ്ലസ് എ എം പ്ലസ് ബി എന്ന് പറയുന്നതിന്റെ റൂട്ട് കണ്ടുപിടിക്കുക. റൂട്ട് കണ്ടുപിടിച്ചിട്ട് M1 M2, ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് 1 ഉം 2 ആണ് കിട്ടുന്നതെങ്കിൽ രണ്ട് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്തായിരിക്കും? y is equal to c1 e raised to 1 into x, അതായത് x plus c2 e raised to 2x. ഇതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. അതാണ് ആദ്യത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് വരുന്നത് രണ്ടും ഈക്വൽ ആകുന്ന ആ ഒരു കേസ്, അതായത് M1 M2 ഈക്വൽ ആവുന്ന കേസ്. M1 M2 ഈക്വൽ ആവുകയാണെങ്കിൽ, അതായത് ഇപ്പൊ സപ്പോസ് M1 ഈക്വൽ ടു M2 ഈക്വൽ ടു സം 2 ആണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ സൊല്യൂഷന്റെ ഫോം ഇതാണ്. c1 e raised to mx plus c2 ഇന്റെ ഇവിടെ ഒരു x കൂടി കയറി വരും കേട്ടോ. c2 into x into e raised to mx. ഇവിടെ ഈ രണ്ടുപേരും സെയിം ആണ് അല്ലെ? അപ്പൊ ഇയാളെ ഞാൻ ഔട്ട്സൈഡ് എടുത്തിട്ട് എങ്ങനെ എഴുതി? c1 plus c2 into x into e raised to mx എന്ന് എഴുതി. ഇൻ കേസ് നമ്മുടെ M1 M2 2 ആവുന്ന കേസ് ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ y is equal to എഴുതാൻ പറ്റുന്നത് c1 plus c2 into x into e raised to 2x എന്നായിരിക്കും നമ്മുടെ പൊതു പരിഹാരം വരുന്നത്, ജനറൽ സൊല്യൂഷൻ വരുന്നത്. ഇനി ഒരു കേസും കൂടി വരും. ഏത്? കോംപ്ലക്സ് എന്ന് പറയുന്നത്, അതായത് M1 ഉം M2 ഉം സങ്കീർണ സംഖ്യകൾ, കോംപ്ലക്സ് നമ്പേഴ്സ് ആവുന്ന കേസിനകത്ത്. അപ്പൊ ഇതാണ് M1 ഈക്വൽ ടു ആൽഫ പ്ലസ് ഐ ബീറ്റ, M2 ഈക്വൽ ടു ആൽഫ മൈനസ് ഐ ബീറ്റ ആണ് നമ്മുടെ റൂട്ട് എങ്കിൽ, സെക്കൻഡ് ഡിഗ്രിയുടെ റൂട്ട് എങ്കിൽ നമ്മുടെ സൊല്യൂഷൻ ഇതാണ്. ഇ റേസ് ടു ആൽഫ എക്സ്, അതായത് നമ്മുടെ റിയൽ പാർട്ട് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇ റേസ് ടു ആൽഫ എക്സ് പ്ലസ് c1 ഇൻറ്റു കോസ് ബി എക്സ് ബീറ്റ എക്സ് പ്ലസ് c2 ഇൻറ്റു സൈൻ ബീറ്റ എക്സ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 പ്ലസ് ഓർ മൈനസ് 3i ആണ് നമ്മുടെ റൂട്ട് നമുക്ക് കിട്ടിയെങ്കിൽ എങ്ങനെ നമ്മൾ എഴുതും? റൂട്ട്സ് നമുക്ക് കിട്ടിയെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്തായിരിക്കും? y is equal to, ആൽഫ എന്ന് പറയുന്നത് എന്താ? 1 ആണ്, ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് അല്ലെ? അപ്പൊ എങ്ങനെ എഴുതും നമ്മുടെ സൊല്യൂഷൻ? e raised to 1x, അതായത് 1 into x e raised to x into c1 cos beta, beta is 3x plus c2 sin 3x ആയിരിക്കും നമ്മുടെ സൊല്യൂഷൻ വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെത്തേഡുകൾ. ഇനി സെക്കൻഡ് ഓർഡറിന്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. y ഡബിൾ ഡാഷ് മൈനസ് 7y ഡാഷ് പ്ലസ് 12y ഈക്വൽ ടു 0യുടെ പൊതുപരിഹാരം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണെന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുക കേട്ടോ. ഓക്സിലറി ഇക്വേഷൻ എന്താണ്? എം സ്ക്വയർ മൈനസ് എന്ത് വരും? 7 into m plus 12 ഈക്വൽ ടു 0 ആണ് വരുന്നത്. ഇനി ഇതിന്റെ റൂട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അതായത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ -7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടണം. അപ്പൊ ഏത് രണ്ട് നമ്പേഴ്സ് എടുത്താൽ മതി? നമുക്ക് -4 ഉം -3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -7 വരും. -4 into -3 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 വരും അല്ലെ? അപ്പൊ ഈ m സ്ക്വയർ മൈനസ് 7 m മൈനസ് 12 നമുക്ക് എങ്ങനെ എഴുതാം? m മൈനസ് -4 into m minus 3 equal to 0 എന്ന് എഴുതാം അല്ലെ? അതായത് this implies m is equal to 4 ഉം m equal to 3 ഉം ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് m1 equal to 4 ഉം m2 equal to 3 ഉം ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലെ? അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ഇനി നിങ്ങൾക്ക് ഇത് ബാക്കി ഇങ്ങനെ y is equal to
C1 ഡിഫറെന്റ് ആണ് അല്ലെ. ഇപ്പൊ C1 e⁻m1x പ്ലസ് C2 e⁻m2x ഇങ്ങനെ എഴുതി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അറിയാം ഒബ്ജക്റ്റീവ് ആണ് നമ്മുടെ എക്സാം. നമ്മൾ എത്ര സ്പീഡിൽ നമ്മൾ ആൻസർ കണ്ടെത്തുന്നോ അതായിരിക്കും നല്ലത്. സ്റ്റെപ്സ് എഴുതി ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ റൂട്ട് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസറിലേക്ക് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അതില് ഈ ഒരു സംഭവമാണ് നമ്മുടെ സൊല്യൂഷൻ എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇങ്ങനെ എഴുതി നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ കിട്ടിയ ഇയുടെ പവേഴ്സ് ഒന്ന് നോക്കിയാൽ മതി. ഇയുടെ പവേഴ്സ് ഇവിടെ 3x ആണ്. അതായത് ഇവിടെ നിന്ന് നമുക്ക് പറയാം m1 എന്ന് പറയുന്നത് 3 ആണ്, ഇവിടെ നിന്ന് m2 എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ എഴുതിയത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്, അതൊന്നും നമുക്ക് ഇവിടെ പ്രശ്നമല്ല. 3യും 4ഉം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കി വെച്ചാൽ മതി അല്ലെ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പൊ ഇതാവാൻ നമുക്ക് സൊല്യൂഷൻ എന്ന് പറയാം. പിന്നെ ഇവിടെ -3 ഉണ്ട്, ഇവിടെ -4 ആണ്. അപ്പൊ ഇതല്ല. നമ്മുടെ റൂട്ടുകൾ എന്താണ്? m1 m2 എന്താണ്? 3യും 4ഉം ആണ്. ഇനി ഇത് നോക്കിക്കേ, ഇവിടെ 2ഉം ഇവിടെ 6ഉം ആണ്. അപ്പൊ ഇതും അല്ല, നമുക്ക് 3യും 4ഉം ആണ് അല്ലെ. ഇനി ഇതും അല്ല നമ്മുടെ ആൻസർ. സോ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഇതായിരിക്കും. ഞാൻ ഒന്ന് എടുത്ത് വേണമെങ്കിൽ എഴുതാം. m1 m2ഉം ഇതായതുകൊണ്ട് y is equal to C1 e⁻4x പ്ലസ് C2 e⁻3x. ഇതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ. C1 C2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. y ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് മൈനസ് 4y സോറി y ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് മൈനസ് 4y ഈക്വൽ ടു 0യുടെ പൊതുപരിഹാരം എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് ഓക്സിലറി ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ m² മൈനസ് 3m മൈനസ് 4 ഈക്വൽ ടു 0 എന്നായിരിക്കും കിട്ടുക. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -3യും അതുപോലെ തന്നെ ആഡ് ചെയ്യുമ്പോൾ -3യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4ഉം കിട്ടുന്നത് ആരാണെന്ന് നോക്കാം. ആരെ ചൂസ് ചെയ്താൽ മതി? നമ്മള് -4നെയും 1നെയും ചൂസ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -3യും കിട്ടും, മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -4ഉം കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ നമുക്ക് m-4 ഇൻറ്റു m+1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് m ഈക്വൽ ടു 4 എന്നും കിട്ടും, m ഈക്വൽ ടു -1 എന്നും കിട്ടും. രണ്ടും ഡിഫറെന്റ് ആണ് അല്ലെ. പോയിട്ടോ, രണ്ട് ഡിഫറെന്റ് ആണ്. അതായത് m1 ഈക്വൽ ടു 4ഉം m2 ഈക്വൽ ടു -1ഉം. അത് വന്നിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ ഇത് നോക്കിക്കേ, ഇവിടെ നിന്ന് നമുക്ക് പറയാം m1 എന്ന് പറയുന്നത് 1 ആണെന്ന് പറയാം. പക്ഷെ m1 നമുക്ക് 1 ഇല്ല അല്ലെ. m2 എന്ന് പറയുന്നത് -4. ഇതല്ല ആൻസർ എന്ന് പറയാം. ഇനി അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിലും ഇവിടെ -11 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതല്ല, ഓപ്ഷൻ ബി തെറ്റാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ C1 e⁻−x, ഇവിടെ നിന്ന് m1 എന്ന് പറയുന്നത് -1 ആണെന്ന് നമുക്ക് പറയാം. m2 4, അതായത് നമ്മുടെ റൂട്ട്സുകൾ -1ഉം 4ഉം ആണ്. സോ ഇതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരിക. ഓപ്ഷൻ ഡി തെറ്റാണ്. അല്ലെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻ എഴുതാൻ അറിയാലോ. is equal to C1 e⁻4x പ്ലസ് C2 e⁻−x. ഇതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ. y ഡബിൾ ഡാഷ് -4y ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0യുടെ പൊതുപരിഹാരം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ എന്ത് എഴുതണം? ഓക്സിലറി ഇക്വേഷൻ എഴുതാം. m² മൈനസ് 4m പ്ലസ് 4 ഈക്വൽ ടു 0 ആണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. ഇതിനെ നമുക്ക് a-b ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമാണിത്. ഇതിനെങ്ങനെ എഴുതാം? m-2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. m-2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ഇംപ്ലൈസ് m is equal to എന്താ? നമുക്ക് 2 കിട്ടുക. അതായത് m1ഉം m2ഉം എന്താണ് ഇവിടെ? ഈക്വൽ ആണ് അല്ലെ. ഈക്വൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചു y is equal to C1 plus C2 into x into e⁻mx ആണ് നമ്മുടെ സൊല്യൂഷൻ. സോ ഇവിടെ എങ്ങനെ എഴുതാം? നമുക്ക് C1 plus C2 into x എമ്മിന്റെ പ്ലേസിൽ ആരാണ്? 2x ആണ്. അത് വന്നിട്ടുള്ളത് ഏതാണെന്ന് നോക്കുക. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം.
y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0യുടെ പൊതുപരിഹാരം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യണം? ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ m² പ്ലസ് 4 ഈക്വൽ ടു 0 ആണ് വരുന്നത്. m² ഈക്വൽ ടു -4, m is ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2y എന്ന് വരും അല്ലെ. അപ്പൊ ഇവിടെ കോംപ്ലക്സ് റൂട്ട് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ കോംപ്ലക്സ് നമ്പർ m is ഈക്വൽ ടു ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആയിരുന്നപ്പം നമ്മൾ സൊല്യൂഷൻ എഴുതിയത് y is ഈക്വൽ ടു e raised to alpha x into c1 cos beta x plus c2 sin beta x ആണ് നമ്മുടെ സൊല്യൂഷൻ. ഇവിടെ ആൽഫയുടെ പ്ലേസിൽ 0യും ബീറ്റയുടെ പ്ലേസിൽ 2 ആണ്. സോ എന്ത് വരും? ഇത് നോക്കിയാൽ മതി. ബീറ്റയുടെ പ്ലേസിൽ 2 വന്നിട്ടുള്ളപ്പോൾ രണ്ടുപേരുണ്ട് അല്ലെ. ആൽഫയുടെ പ്ലേസിൽ 0 വരുമ്പോൾ ഞാനിവിടെ സൊല്യൂഷൻ എഴുതാം. e raised to 0 എന്ന് വരും അല്ലെ. c1 cos 2x plus c2 sin 2x. ഓക്കെ, അപ്പൊ ഏതായിരിക്കും നമ്മുടെ ആൻസർ വരിക? ഇതെന്താ 1 ആയി പോകും അല്ലെ. അപ്പൊ ഏതായിരിക്കും? ഇതല്ല അല്ലെ. ഇനി ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ആൻസർ ഒന്ന് പറയാമോ? ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്ന് ട്രൈ ചെയ്യാമോ? ഒന്ന് ട്രൈ ചെയ്തിട്ട് വേഗം പറയാമോ? ഓപ്ഷൻ എ അല്ലേ മാം? എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഓക്സിലറി ഇക്വേഷൻ എങ്ങനെയാ വരിക? y² പ്ലസ് 3y അല്ല 3 ഇൻറ്റു പ്ലസ് 4y is equal to -3 -2 എന്ന് കിട്ടും. അങ്ങനെയല്ലേ? അതായത് m² പ്ലസ് 5m പ്ലസ് 6 is equal to 0 ആണ് ഓക്സിലറി ഇക്വേഷൻ വരുന്നത്. ഇതിന് നമുക്ക് m+2 ഇൻറ്റു m+3 എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഈക്വൽ ടു 0, m is ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് -2ഉം -3 ആണ്. അപ്പൊ അത് വരുന്ന ആളുകളെ സെലക്ട് ചെയ്താൽ മതി. ഇതും ഇതും അല്ലെ. പി ഓപ്ഷൻസ് തെറ്റാണ്. അപ്പോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ടൊന്നുമില്ല മാം. ഇന്നത്തെ ക്ലാസ് sin 2x അല്ല വരുന്നത്. c1 cos 2x plus c2 sin 2x അല്ല വരുന്നത്. sin x ആണല്ലോ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ബി. ഏത് ക്വസ്റ്റ്യൻ ആണ്? ഈ ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ അത് വിട്ടുപോയതാണ് കേട്ടോ. 2 പോയതാണേ. 2 പോയതാണ് കേട്ടോ. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ സെലക്ട് ചെയ്ത ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് സെലക്ട് ചെയ്ത ഏരിയസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇപ്പൊ ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ സെഷനെ പറ്റിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയുക. ആരെങ്കിലും ഒന്ന് പറയണേ. നന്നായിരുന്നു ക്ലാസ്. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എന്തായാലും ഈ സെക്ഷനിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ.